തീർച്ചയായും ആസിഫ്, അങ്ങനെ ഈ ഘടകപൂരങ്ങളൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. പൂരത്തിന് ഔദ്യോഗികമായി തന്നെ തുടക്കം കുറിഞ്ഞു അല്ലേ? തീർച്ചയായും ഘടകപൂരങ്ങളുടെ വരവ് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് പലയിടങ്ങളിൽ നിന്നായി ഇങ്ങനെ പുറപ്പെട്ടു കഴിഞ്ഞു. എല്ലായിടത്തും വലിയ ആവേശമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തേക്കിൻകാട് മൈതാനി അക്ഷരാർത്ഥത്തിൽ ഒരു ജനസാഗരം എന്ന് പറയാവുന്ന തരത്തിൽ ഇപ്പോൾ തന്നെ നിറഞ്ഞിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഏതൊക്കെ തരത്തിലാണ് ആളുകൾ ആ പൂരം ആസ്വദിക്കാനായി എത്തി അതിൻ്റെ ഒരു ആസ്വാദനവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന്. അങ്ങനെ ഇത് പുലർച്ചെ മുതൽ തന്നെ ആ ഒരു തരത്തിൽ തന്നെയാണ് പൂരത്തിന്റെ ആവേശം എല്ലായിടത്തും ഉള്ളത് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. സ്ത്രീകളുടെ അടക്കം വലിയൊരു പങ്കാളിത്തം ഇവിടെ ഉണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഏതായാലും നമുക്ക് അറിയാം, കണിമംഗലം ശാസ്താവ് ഇപ്പോൾ ഉള്ളിൽ പ്രവേശിച്ച് ഇപ്പോൾ പുറത്തേക്ക് എത്തി. അവിടെ പാണ്ഡിമേളത്തിന്റെ അകമ്പടിയോടുകൂടി അല്പസമയത്തിനകം തന്നെ മടങ്ങുകയാണ്. അതിന്റെ ഇപ്പോൾ അത് പൂർത്തിയാക്കിയ ആളുകൾ പുറത്തേക്ക് വരുന്നതടക്കം നമുക്ക് കാണാൻ കഴിയും. എന്തായാലും സ്ത്രീകളടക്കം വലിയൊരു നിര തന്നെ ഇവിടെയുണ്ട്. നമുക്ക് അവരുടെയൊക്കെ ഒരു പ്രതികരണത്തിലേക്ക് അടക്കമൊന്ന് പോകാമെന്ന് തോന്നുന്നു. എവിടെ നിന്നാ വരുന്നേ? ഞാൻ ചൂരക്കാട്ടുകര. രാവിലെ തന്നെ എത്തിയാ? രാവിലെ നേരത്തെ എത്തി. ഇനി നമ്മുടെ ദേവീനെ കാത്തിരിക്കുകയാണ്. ബാക്കിയുള്ള പൂരങ്ങളൊക്കെ വന്നു തുടങ്ങിയല്ലോ അല്ലേ? അതെ, വന്നു തുടങ്ങി. ചൂരക്കാട്ടുകര. എങ്ങനെയുണ്ട്? മലപ്പുറം. എവിടുന്നാ? മലപ്പുറം. മലപ്പുറത്ത് ആദ്യമായിട്ടാണ് എല്ലാ വർഷവും വരും. ചേട്ടാ തൃശ്ശൂരാ? തൃശ്ശൂരല്ലേ? സേതു അത് തന്നെയാണ്. കാരണം മലപ്പുറത്ത് നടക്കം ആളുകൾ ഇങ്ങനെ ഇങ്ങോട്ട് എത്തുന്നുണ്ടെന്നാണ്. നമുക്ക് ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ് അവരുടെ ഓരോ ക്ഷേത്രത്തിൽ നിന്ന് എത്താൻ. രാവൻ നാണം കാരണം ഒന്ന് ഒളിച്ചിരിക്കുന്നു. അത്തരത്തിലാണ്. അങ്ങനെ ഓരോ ആളുകളും അത് പല രീതിയിൽ ഇങ്ങനെ പൂരത്തിന്റെ ആഘോഷവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഓരോ മണിക്കൂറുകൾ കഴിയുമ്പോഴും അതിന്റെ ഒരു ആവേശം ഇരട്ടിയായിക്കൊണ്ടിരിക്കുമെന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുക. അതാ ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ നോക്കിയാൽ കാണും എങ്ങനെയാണ് ഈ ഒരു ജനസാഗരം ഇങ്ങോട്ട് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നതെന്ന്. ഓരോ മുക്കിലും മൂലയിലും ആളുകളെ കൊണ്ട് നിറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള മണിക്കൂറുകളിൽ ഈ വഴി നടക്കുക പോലും അസാധ്യമാകുന്നതിലേക്ക് കാര്യങ്ങൾ എത്തും. ആദ്യം കണിമംഗലം ശാസ്താവിന്റെ വരവോടുകൂടി പുറപ്പാടോടുകൂടി തന്നെ വലിയ ജനസാഗരം. നമ്മൾ രാവിലെ സംസാരിച്ചപ്പോൾ മന്ത്രി രാജൻ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്. അതായത് സാധാരണഗതിയിൽ ഇത്തരത്തിൽ കണിമംഗലം ശാസ്താവ് പുറപ്പെടുന്ന എഴുന്നള്ളിക്കുന്ന സമയത്തൊന്നും ഇത്രത്തോളം ആളുകൾ ഉണ്ടാകാറില്ല. പക്ഷേ ഇത്തവണ എല്ലായിടത്തും 10 മടങ്ങ് വർധനവിലാണ് ജനങ്ങൾ ഈ പൂരനഗരിയിലേക്ക് എത്തിത്തുടങ്ങുന്നത്. അത് കാരമുക്ക് ഭഗവതിയും ചൂരക്കോട്ടുകാവ് ഭഗവതിയും നെയ്തലക്കാവ് ഭഗവതിയും ലാലൂരും അതുപോലെ തന്നെ അയ്യന്തോൾ കാർത്യാനിയും പനയപ്പള്ളി ശാസ്താവും അങ്ങനെ എല്ലായിടത്തും ചെമ്പൂപ്പക്കാവ് ഭഗവതിയും അങ്ങനെ എല്ലായിടത്തും ആളുകളുടെ ഒരു വലിയ ഒരു നീണ്ട കൂട്ടവും നിരയും എല്ലാം കാണാം. ആസൂത്രണത്തിന്റെ കാര്യത്തിൽ നമ്മൾ എടുത്തു പറയണം. ആസൂത്രണം ഒരു പിഴവുമില്ലാതെ അടിമുടി അതിന്റെ എല്ലാ തരത്തിലുമുള്ള ഏറ്റവും മികച്ച സംഘാടനം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പോലീസ് ആയിക്കോട്ടെ, സർക്കാർ ആയിക്കോട്ടെ, ദേവസ്വങ്ങളായിക്കോട്ടെ, ഒരു തരത്തിലുമുള്ള പിഴവുണ്ടാകാതെയുള്ള അതീവ ശ്രദ്ധ ഓരോ ഘട്ടത്തിലും നൽകുന്നുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ തവണയൊക്കെ ഉണ്ടായ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെ മുൻനിർത്തി തന്നെ ഇത്തവണ ഒരു പ്രശ്നവും ഉണ്ടാകാതെ മന്ത്രിമാരടക്കം നേരിട്ട് ഇവിടെ 3 മന്ത്രിമാർ ക്യാമ്പ് ചെയ്തുകൊണ്ട് എല്ലാം നിയന്ത്രിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പൂരം ഏറ്റവും മനോഹരമായ പൂരമാക്കി മാറ്റും എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം. അങ്ങനെ ജനനിബിഡമായിക്കൊണ്ടായിരിക്കുകയാണ് ഓരോ ഘടകങ്ങളും. ഇനി വരുന്ന മണിക്കൂറുകളിൽ അതിൻ്റെ ഓരോ ചടങ്ങുകളിലേക്കും കടക്കുമ്പോൾ അത് ഓരോ ചടങ്ങുകളും മാത്രം ആസ്വദിക്കാനായി മാത്രം നിരവധി ആളുകൾ എത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് എളിഞ്ഞിത്തറമേളം മാത്രം ആസ്വദിക്കാനായി സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് എത്തുന്നവരുണ്ട്. അതുപോലെ തന്നെ കുടമാറ്റം മാത്രം ആഘോഷിക്കാനായി എത്തുന്ന ആളുകളുണ്ട്. അങ്ങനെ ഓരോ ആളുകളും പലതരത്തിലാണ് ആ പൂരത്തെ സ്വീകരിക്കുകയും പൂരത്തെ ആസ്വദിക്കുകയും ചെയ്യുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ പല തരത്തിൽ പൂരം ആസ്വദിക്കാൻ കഴിയുന്ന ഏക ഒരു ആഘോഷമായിരിക്കും പൂരം എന്നുള്ളത്. എന്തായാലും കണിമംഗല ശാസ്താവ് തീർച്ചയായും ആസിഫിലേക്ക് ഞാൻ മടങ്ങിയെത്താം.